ഇന്ന് ചെന്നൈ യാത്രയുടെ രണ്ടാമത്തെ ദിവസമായ ജൂലൈ 15 തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ പ്രധാന പരിപാടി വിസ ഇന്റർവ്യൂവിന് മുന്നോടിയായി കോൺസുലേറ്റിനടുത്ത് തന്നെയുള്ള വിസ ആപ്ലിക്കേഷൻ സെന്റർ എന്ന സ്ഥലത്ത് പോയി ബയോമെട്രിക്സ് ഡീറ്റെയിൽസ് കൊടുക്കുകയും ഫോട്ടോ എടുക്കുകയുമായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നിരുന്നത്. 12:30 ആയപ്പോൾ തന്നെ അവിടെ എത്തി. ആളുകളില്ലാത്തതിനാൽ ഉടനെ തന്നെ കയറ്റി വിട്ടു. പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു. 5 മിനിറ്റിനകം കാര്യം കഴിഞ്ഞ് അവൾ വെളിയിൽ വന്നു. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ആഹാരം കഴിക്കുവാൻ വേണ്ടി അടുത്തുള്ള പാം ഗ്രോവ് എന്ന ഹോട്ടലിന്റെ മേനക എന്ന റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം ടൊമാറ്റോ സൂപ്പിൽ തുടങ്ങി ഞാൻ ബിരിയാണി തുടങ്ങിയ ഐറ്റംസ് വാങ്ങി കഴിച്ചു. ഫുഡുകളെല്ലാം നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ റെസ്റ്റോറന്റ് സ്വല്പം കോസ്റ്റ്ലി ആയിരുന്നു. ഞങ്ങൾ 4 പേർ ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം 1300 രൂപയായി. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിഞ്ഞ് വന്ന് ചെറിയൊരു മയക്കമൊക്കെ ഫിറ്റ് ചെയ്തു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും അടുത്ത കറക്കത്തിന് റെഡിയായി. ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള ടി നഗറിലെ പനകൾ പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കിൽ പോകാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു ഊബർ ടാക്സി പിടിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ റെസ്റ്റോറന്റിലേക്ക് ആഹാരം കഴിക്കാൻ പോയപ്പോൾ ചെറുതായി മഴ ചാറുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. പാർക്കിലൊക്കെ പോകാൻ പറ്റിയ കാലാവസ്ഥയാണ്. ഞങ്ങളിപ്പോൾ ടി നഗർ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു നല്ല ഷോപ്പിംഗ് ഏരിയയാണ്. ടി നഗറിലേക്ക് എത്തിയ ശേഷം ആദ്യം ചെയ്തത് അവിടെ കണ്ട വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ കയറി ഒരു കാപ്പി കുടിക്കുക എന്നതായിരുന്നു. ഞങ്ങളിപ്പോൾ പനകൾ പാർക്കിലാണ് ഉള്ളത്. 2015 ഞാൻ ഇവിടെ സന്ദർശിച്ചിരുന്നു. അന്ന് ഇതൊരു വലിയ പാർക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർക്കിന്റെ ഒരു വലിയ ഭാഗം മെട്രോ കൺസ്ട്രക്ഷന് വേണ്ടി എടുത്തിരിക്കുകയാണ്. ദൂരെയായി അതിന്റെ നീല ബാരിക്കേഡ് കാണാം. അങ്ങനെ പാർക്കിന്റെ വിസ്തൃതി വളരെ ചുരുങ്ങി. പാർക്കിൽ ഒരു രസകരമായ സംഭവം ഉണ്ടായി. ഞങ്ങൾ അവിടെ നേരെ അങ്ങനെ നടന്നപ്പോഴേക്കും ഒരു മനുഷ്യൻ അത് കണ്ട് ഞങ്ങൾ അടുത്ത് വന്ന് പറഞ്ഞു, നേരെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് വഴി അടച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങി ചുറ്റിപ്പോകണം. വളരെ പൊളൈറ്റ് ആയിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോകാൻ വന്നതല്ല, ഈ പാർക്ക് ഒന്ന് കറങ്ങി കാണാനാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ പൊതുവെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാർക്കിൽ കുറച്ചു നേരം കറങ്ങിയതിനു ശേഷം പാർക്കിന് വെളിയിൽ നിന്ന് ടി നഗർ ഏരിയയൊക്കെ ഒന്ന് കറങ്ങി കാണുകയാണ്. മെഹന്തി കടകളൊക്കെയാണ് ഇവിടെ ഒരുപാടുള്ളത്. മെഹന്തി സ്റ്റുഡിയോ. ഈ കാണുന്നത് ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ്. പൊതുവെ ഈ പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ സാമാന്യം വൃത്തിയായി തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ചെന്നൈയിലെ പ്രധാന ഏരിയകളിലെല്ലാം പബ്ലിക് ടോയ്ലറ്റുകൾ കാണാം. അങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ വേറൊരു പാർക്ക്, ജീവ പാർക്ക്. എന്നാ പിന്നെ അങ്ങോട്ട് കയറാമെന്ന് കരുതി അതിനകത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നു. ഇവിടെ നടക്കാനായി നല്ല പാതയൊക്കെ ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്തെ മ്യൂസിയത്തിലുള്ള പോലെ ധാരാളം ആളുകൾ ഇവിടെ നടക്കാൻ വന്നിട്ടുണ്ട്. സന്ധ്യ മയങ്ങിയ നേരമാണ്. ഈ പാർക്കിൽ ഈ നടപ്പാതയ്ക്ക് പുറമെ ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യം, മറ്റ് വ്യായാമ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, പെബിൾസ് വിരിച്ചിരിക്കുന്ന ഒരു ഏരിയ. അവിടെ ആളുകൾ ചെരുപ്പൊക്കെ അടിച്ച് നഗ്നബദ്ധരായി നടക്കുന്നു. ഈ പാർക്കിനകത്തും ഒരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ചെന്നൈയുടെ പല ഭാഗത്തും ഇങ്ങനെയുള്ള പാർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആളുകൾക്ക് നടക്കുവാനും മറ്റ് വ്യായാമങ്ങൾ ചെയ്യുവാനും ഉതകുന്ന തരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പാർക്കുകൾ. ഞങ്ങൾ ആ പാർക്കിനകത്തും കുറച്ച് റൗണ്ടുകൾ നടന്നു. ഇന്ന് അങ്ങനെ നല്ല നടപ്പായിരുന്നു. പാർക്കിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ഗീതം വെജ് എന്ന റെസ്റ്റോറന്റിലേക്ക് ഡിന്നറിന് വേണ്ടി വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് ദോശ ഐറ്റംസ് ഒക്കെയാണ് ഡിന്നറിന് കഴിച്ചത്. എന്നിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയി വിശ്രമിച്ചു.
അങ്ങനെ D-Day വന്നെത്തി. 16-ാം തീയതി രാവിലെ കോൺസുലേറ്റിലേക്ക് പോകുവാൻ അമ്മു റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾ ഒരു ഓട്ടോയിൽ നേരെ കോൺസുലേറ്റിലേക്ക് പോയി. അമ്മു അകത്തേക്ക് കയറിപ്പോയി. ഞാൻ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തു. അമ്മുവിന്റെ മുഖത്തെ സന്തോഷത്തിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ, അവൾക്ക് വിസ കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി അടുത്തു തന്നെയുള്ള അജിബി എന്ന വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത മിനി താരി മീൽസ് വന്നിരിക്കുകയാണ്. അതിനകത്ത് ചപ്പാത്തി ഉണ്ട്, ടൊമാറ്റോ റൈസ് ഉണ്ട്, കേർഡ് റൈസ് ഉണ്ട്, പിന്നെ സാമ്പാർ റൈസ് ഉണ്ട്. കുറച്ചു ദിവസമായി വിസ ഇന്റർവ്യൂവിന്റെ ടെൻഷനൊക്കെ കാരണം അമ്മുവിന് ഭക്ഷണമൊന്നും ശരിയാകുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ ടെൻഷനൊക്കെ ഒഴിഞ്ഞ് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുവാൻ റെഡിയായി ഇരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഊബർ ടാക്സിയിൽ ചെന്നൈയിലെ പാരീസ് കോർണറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടം സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പ്രസിദ്ധമാണ്. ഞങ്ങളെ ഇവിടുന്ന് അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല. പാരീസ് കോർണറിലെ കാഴ്ചകൾ കുറച്ചൊന്നൊക്കെ കാണാം. ആ കാണുന്നത് ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനാണ്. വഴിയരികിൽ ധാരാളം സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനെ കാണുന്നത് ചെന്നൈ ഹൈക്കോർട്ടാണ്. കുറച്ചു സമയം അവിടെയൊക്കെ ചുറ്റിയടിച്ച് നടന്നതിന് ശേഷം ഏകദേശം 4:30 ഞങ്ങൾ ഊബർ വീണ്ടും ടി-നഗർ ഏരിയയിലേക്ക് യാത്ര തിരിച്ചു. അവിടെയുള്ള തുണിക്കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി പറ്റുമെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് നടത്തുക, അതാണ് ഉദ്ദേശം. പോകുന്ന വഴിക്ക് ഞങ്ങൾ ആദ്യ ദിവസം കണ്ട ഹോസ്പിറ്റലിന്റെ മുൻഭാഗം കണ്ടു. ഇത് ജയലളിതയുടെ കാലത്ത് പണി കഴിപ്പിച്ച ഒരു വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ വണക്കം പെരിയോറുകളെ, ഞങ്ങൾ ചെന്നൈയിൽ നിന്നും ഇന്ന് തിരിച്ചു പോവുകയാണ്. വന്ന കാര്യം ഭംഗിയായി നടന്നു. വിസ അപ്രൂവായി കിട്ടി അമ്മുവിൻ്റെ. അപ്പോൾ ചെന്നൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നല്ല സിറ്റിയാണ്. ക്ലൈമറ്റും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു, വലിയ ചൂടില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. അത്ര തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. പ്രധാനമായും അവിടെ പാരീസ് കോർണറിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ അതിനൊരു സ്കില്ല് വേണം. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പരിപാടിക്കൊന്നും പോയില്ല. പിന്നെ സ്ട്രീറ്റ് ഫുഡുണ്ട്. സ്ട്രീറ്റ് ഫുഡ് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല സ്ട്രോങ് വയറ് വേണം. അതില്ലാത്തതുകൊണ്ട് സ്ട്രീറ്റ് ഫുഡും എൻജോയ് ചെയ്തില്ല. സീസൺ 4 റെസിഡൻസ് ഹോട്ടലിൽ നിന്നും 9 മണിയോടെ ചെക്ക് ഔട്ട് ചെയ്ത് ഒരു ഊബർ ടാക്സി വിളിച്ച് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർക്കിംഗ് ഡേ മോർണിംഗ് ആയതിനാൽ റോഡിൽ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ സിറ്റിയിൽ നിന്നും വെളിയിലേക്കാണ് പോകുന്നത്. എയർപോർട്ട് മീനമ്പാക്കം എന്ന സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ ചെന്നൈ IIT ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഗണ്ടി ഏരിയയിലാണ് ഉള്ളത്. ഗണ്ടി പിന്നിട്ടപ്പോൾ പുതിയ മെട്രോ ലൈനിന്റെ പണി നടക്കുന്നതിനാൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുള്ളതിനാൽ ഇതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, നമുക്കൊരു ടെൻഷനും ഇല്ല. കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തും. കത്തിപ്പാറ ഫ്ലൈ ഓവറിന് സമീപമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൽ കയറുന്നില്ല, അല്ലാതെ നേരെ അങ്ങനെ പോവുകയാണ്. മുകളിൽ കാണുന്നത് എയർപോർട്ട് മെട്രോ ലൈനാണ്. ഇപ്പോൾ നമ്മൾ ചെന്നൈ ട്രിച്ചി ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈ ഹൈവേയിൽ കൂടിയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ ഏരിയയിൽ എത്തിക്കഴിഞ്ഞു. ഹൈവേയിൽ നിന്നും എയർപോർട്ടിലേക്ക് കയറുവാൻ വേണ്ടി സിഗ്നൽ കാത്ത് അങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിനകത്തേക്ക് കയറി. ഇവിടെ ഇന്റർനാഷണൽ ടെർമിനലും ഡൊമസ്റ്റിക് ടെർമിനലും ഉണ്ട്. ഞങ്ങൾക്ക് ഡൊമസ്റ്റിക് ടെർമിനലായ T1 പോകേണ്ടത്. ഡ്രൈവർ അടുത്ത് ആ വിവരം പറഞ്ഞു. പുള്ളി നേരെ T1 വണ്ടി ഓടിച്ചു. ഇതാണ് ചെന്നൈ എയർപോർട്ടിനകത്തെ റോഡിന്റെ ഒരു ലേ ഔട്ട്. ഞങ്ങൾ T1 ടെർമിനലിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഡ്രൈവർ ഞങ്ങളെ നേരെ എയർപോർട്ടിന്റെ ഡ്രോപ്പ് ഓഫ് ഏരിയയിലേക്ക് എത്തിച്ചു. കാറിൽ നിന്ന് ഇറങ്ങി ബാഗെല്ലാം എടുത്ത് ഞങ്ങൾ നേരെ T1 ടെർമിനലിലേക്ക് നടന്നു. എയർപോർട്ട് ചെക്ക് ഇൻ കൗണ്ടറിലും സെക്യൂരിറ്റിയിലും ഒക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സെക്യൂരിറ്റി ചെക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. ബോർഡിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്.
ഇപ്പോൾ സമയം ഏകദേശം 10:30 മണിയായതേ ഉള്ളൂ. 11:45 ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. ഇവിടെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ 2 പേർക്ക് മാത്രമേ ഞങ്ങളുടെ HDFC കാർഡ് വെച്ച് ആക്സസ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ലോഞ്ചിലൊന്നും കയറിയില്ല. എയർപോർട്ട് ഏരിയയിലൊക്കെ ഞാൻ അങ്ങനെ ചുറ്റി നടന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നു. മുകളിലാണ് ലോഞ്ച്. ഇവിടെ കുറേയേറെ ഷോപ്പുകളും മറ്റുമുണ്ട്. ഒരു ഷോപ്പിംഗ് ഏരിയ പോലെ തന്നെയുണ്ട് ഈ ചെന്നൈ എയർപോർട്ട്. സമയം പോകാൻ വേണ്ടി അമ്മയും മായയും ഒക്കെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഞങ്ങളുടെ ബോർഡിംഗ് ടൈമായി. ബസ്സിൽ കയറ്റി കൊണ്ടുപോയാണ് വിമാനത്തിലേക്ക് കയറ്റുന്നത്. തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിൽ നിന്നും സാധാരണ ചെന്നൈയിൽ നിന്നും എയറോ ബ്രിഡ്ജ് വഴിയൊന്നും ബോഡി അയക്കാറില്ല. എനിക്ക് തോന്നുന്നത് ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റിലൊക്കെ മാത്രമാണ് ആ പ്രിവിലേജ് എന്ന്. ഫ്ലൈറ്റിൽ കയറി ഈ പ്രഷർ ഡിഫറൻസ് കാരണം ചെവിവേദനയൊന്നും ഉണ്ടാകാതിരിക്കാൻ മായയും അമ്മയും ഒക്കെ അങ്ങനെ പഞ്ഞിയൊക്കെ വെച്ച് ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് ഏകദേശം ഫുള്ളാണ്. വിമാനം ഒരു 15 മിനിറ്റ് ലേറ്റായിട്ട് ടേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ നേരെ തിരുവനന്തപുരത്തേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ഈ വിസ ആപ്ലിക്കേഷനും എല്ലാം ഞങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. ഒരു ഏജൻസിയിൽ ചോദിച്ചപ്പോൾ 43,000 രൂപയാണ് അതിന് ചാർജ് ചോദിച്ചത്, വിസ ആപ്ലിക്കേഷനൊക്കെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി തരുന്നതിന്. പക്ഷേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ തന്നെ ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ, അതുപോലെ വിസ ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെയുള്ള രസകരങ്ങളായ ഉപയോഗപ്രദങ്ങളായ വീഡിയോകളുമായി ഇനിയും വരുന്നതായിരിക്കും. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.